ഇന്നത്തെ ആധുനിക യുഗത്തിലും പല കുടുംബങ്ങളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഒന്നാണ് ആഭിചാരത്തെയും ക്ഷുദ്രപ്രയോഗങ്ങളെയും കുറിച്ചുള്ള ഭീതികൾ. അജ്ഞാതമായ ഭയങ്ങൾ, വീട്ടിലുണ്ടാകുന്ന കാരണം കാണാനാവാത്ത അശാന്തി, മാനസികമായ സംഘർഷങ്ങൾ എന്നിവ കാരണം തങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നവർ നിരവധിയാണ്. എന്നാൽ ഈ അന്ധകാര ശക്തികൾക്കുമേൽ ശാശ്വതമായ ജയം നൽകാൻ ദൈവത്തിന്റെ മാതൃ സ്വഭാവമുള്ള പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സാധിക്കും. സങ്കീർത്തനക്കാരൻ പാടുന്നു, രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നീ ഭയപ്പെടേണ്ടതില്ല. ക്ഷുദ്രപ്രയോഗങ്ങളെയും ആഭിചാരങ്ങളെയും മനുഷ്യൻ്റെ ഉള്ളിൽ ഭയം വിതയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഭയമുള്ളിടത്താണ് അന്ധകാരം വേരുപിടിക്കുന്നത്. എന്നാൽ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തണലിൽ അമരുമ്പോൾ അവിടെ ഭയത്തിന് സ്ഥാനമില്ല. കാരണം പാമ്പിൻ്റെ തല തകർത്ത കന്യകയാണ് പരിശുദ്ധമ്മ. സാത്താൻ്റെയും പൈശാചികതയുടെയും ഏതൊരു അന്ധകാര കെണികളുടെയും തച്ചുടയ്ക്കുവാനുള്ള ദൈവിക കൃപ അമ്മയുടെ മാധ്യസ്ഥത്തിനുണ്ട്. വീടുകളിൽ സമാധാനക്കേടുകൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിലും സ്ത്രീകളിലും ഭയവും ആശങ്കയും നിറയുമ്പോൾ അമ്മയുടെ സാന്നിധ്യം വലിയൊരു അനുഗ്രഹമാണ്. സ്വന്തം കുഞ്ഞിനെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്ന തള്ളക്കോഴിയെപ്പോലെ അമ്മ തൻ്റെ നീല മേലങ്കിക്കുള്ളിൽ നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. കുടുംബങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ പ്രകാശം വീടിന് ചുറ്റും ഒരു സ്വർഗീയ കോട്ടയായി മാറുന്നു. ആഭിചാരശക്തിക്കോ ക്ഷുദ്രപ്രയോഗങ്ങൾക്കോ അലിഞ്ഞു പോകാത്ത ദൈവിക സംരക്ഷണം ആ ഭവനത്തിൽ നിറയുന്നു. അമ്മ വസിക്കുന്ന വീട്ടിൽ അന്ധകാരത്തിന് നിലനിൽപ്പില്ല. വിമല ഹൃദയത്തിൻ്റെ ഉടമയായ എൻ്റെ അമ്മയെ, അജ്ഞാതമായ ഭയങ്ങളാലും പൈശാചിക അന്ധകാരങ്ങളാലും ക്ലേശിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അമ്മയുടെ പരിശുദ്ധ മേലങ്കിയുടെ തണലിൽ ഒളിപ്പിക്കണമേ. ക്ഷുദ്രപ്രയോഗങ്ങളുടെയോ ആഭിചാരത്തിൻ്റെയോ ഭയം ഞങ്ങളുടെ സമാധാനം കവർന്നെടുക്കാതിരിക്കട്ടെ. അങ്ങയുടെ മാതൃവാത്സല്യവും ദൈവിക സംരക്ഷണവും ഞങ്ങളുടെ ഭവനങ്ങളിൽ ശാന്തി നിറയട്ടെ. ആമേൻ.